സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇതേവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ബട്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾക്ക് കാണാം, ഈ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ പഠിക്കണ കാലത്ത് മുതൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ലീ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ, ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാറ്റി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ പഠിച്ചോളൂ. പക്ഷെ ഞാൻ പഠിച്ചത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആട്ടോ. ഇത് വളരെ രസമുള്ള പ്രിൻസിപ്പിളുമാണ്. നമ്മൾ എപ്പോൾ പഠിച്ചാലും ഓർത്തെടുക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ. ഇത് നമുക്ക് ഫ്യൂച്ചറിലും പഠിക്കാനുണ്ട്, വലിയ ക്ലാസ്സിലും പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? പിന്നെ ഭയങ്കര സന്തോഷമാണ് നിങ്ങളെ കമൻസ് ഒക്കെ കാണുമ്പോൾ കേട്ടോ. അതിന് ആദ്യം താങ്ക്സ് പറയണം. എനിക്ക് കിട്ടുന്ന എൻ്റെ ബെനിഫിറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങളുടെ കമൻസ് മാത്രം. കുറേ ആൾക്കാർ മാം ബ്ലെസ്, ഗോഡ് ബ്ലെസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇതൊന്നും ഒരു റവന്യൂ പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്ത്. ഇനി അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും, പൈസ ഞാൻ പ്രതീക്ഷിക്കണേ ഇല്ല. കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സാലറി കിട്ടുന്നുണ്ട്, എനിക്കത് മതി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യണതാണ്. അപ്പോൾ ഇതിൽ എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റ്സ്, നിങ്ങളുടെ പ്രയേഴ്സ് ആട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. കുറേ കുട്ടികൾ പറയും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത കെമിസ്ട്രി പഠിക്കാൻ വന്നതാണ്, പക്ഷേ മാമിൻ്റെ ക്ലാസ് കണ്ട് കെമിസ്ട്രി പഠിച്ചു ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഞാൻ എവിടെ എത്തിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മൾ അത്രയും സന്തോഷമാണ്. അപ്പോൾ എനിവേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ഒരു ക്ലാസ്. സത്യം എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ ആദ്യം വിചാരിക്കുക, കാണാത്ത കുറേ പേരുകളുള്ള മുഖങ്ങൾ. സത്യം ഞാൻ നിങ്ങളുടെ പല ആൾക്കാരെയും കണ്ടില്ല, പക്ഷെ എനിക്ക് റെഗുലറായി കമൻറ്റ് അയക്കണ കുറേ കുട്ടികളുണ്ട്. അപ്പം അവരെയൊക്കെ ഞാൻ കാണുന്നില്ല, അവരുടെ പേര് അതാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ ചില പാരൻസിൻ്റെ നെയിം ആയിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് ആ പേരാണ് എൻ്റെ സ്റ്റുഡൻസ്. അപ്പം നിങ്ങൾ കമൻസ് നിങ്ങൾ എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ഞാൻ എൻ്റെ എല്ലാ പണിയും തീർത്തിട്ട് അയ്യോ ഇന്ന് ക്ലാസ് എടുക്കണം. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങളുടെ കമൻസൊക്കെ. ഇതുവരെയായിട്ട് നെഗറ്റീവ് അങ്ങനെ ആരും പറയുന്നത് കേൾക്കാറില്ല. പിന്നെ എല്ലാവരും പ്രശ്നം വീഡിയോ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി. ഞാൻ ഈ ടെക്നിക്കലി വലിയ ഏബിൾ ആയിട്ടുള്ള ഒരാളൊന്നുമില്ല. ഇത് കൂടുതൽ ഇതിനെപ്പറ്റി ഞാനൊരു കുഞ്ഞു മൈക്കുണ്ട് എൻ്റെ കയ്യിൽ, എൻ്റെ മൊബൈലും ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ ക്ലാസ് പരിപാടി കംപ്ലീറ്റ് ചെയ്യുന്നത്. ബട്ട് എനിവേ ഞാൻ മാക്സിമം ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് ക്ലാരിറ്റിയും സൗണ്ടൊക്കെ റെഡിയാവാൻ. എൻ്റെ പ്രീവിയസ് വീഡിയോ, ഞാൻ ലാസ്റ്റ് ഇയർ ആണ് വീഡിയോ തുടങ്ങി, അതിൽ കുറേ ഫോൾട്ട് ഉണ്ട്, എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല കുട്ടികൾ കാണുന്നു. ഞാനതൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് വേണ്ടി എടുത്ത ക്ലാസ് ആയിരുന്നു. എൻ്റെ കസിനാണ്, അവൾ 10th എത്തിയപ്പം CBSE അവൾ പറഞ്ഞതാണ് ചേച്ചി എടുക്കണം. അപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാവും. അങ്ങനെ ഞാൻ ഖത്തറിലാണ്, അപ്പോൾ അവൾ നാട്ടിലാണ്. അവൾക്ക് വേണ്ടി ഞാൻ CBSE ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് ഞാൻ സ്റ്റേറ്റിലെ കുട്ടികളെ വ്യൂസ് വരുമ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു വീഡിയോക്ക് 1000 വ്യൂ ഒക്കെ കിട്ടും. ഞാനൊരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ കാണും, അതുകൊണ്ട് ഈ ക്വാളിറ്റീനെയും അല്ലെങ്കിൽ ഈ ക്യാമറയുടെ ടെക്നിക്കൊന്നും ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പോൾ കുട്ടികൾ കാണുന്നത് കൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ട് കേട്ടോ. പിന്നെ എൻ്റെ ടൈമിൻ്റെ പ്രോബ്ലമാണ്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വർക്കിംഗ് ആണ് കറൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. എന്നാലും ഞാൻ എങ്ങനെയായാലും എക്സാമിൻ്റെ മുന്നേ നമ്മൾ റിവിഷനും ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ട് നമ്മുടെ ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിലെ സ്റ്റുഡൻസ് A+, അതിലൊരു മാറ്റവും ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം അത് ട്രൈ ചെയ്യാനൊന്നുമില്ല. ഞാൻ പഠിക്കണ കാര്യങ്ങളും കൃത്യമായി പഠിക്കുക, റിവിഷൻ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ പ്രൊനൗൺസിയേഷൻ ഇതാണ്. പിന്നെ എനിക്ക് മാറ്റിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അപ്പം ഞാനന്ന് ബൈഹാർട്ട് ചെയ്യരുതെന്ന് പറയും. പക്ഷെ അന്നൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കും. അപ്പോൾ അതിലുള്ളതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ഈ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? അപ്പോൾ ഈ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അറിയണമെങ്കിൽ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചവർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ. അപ്പം എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം നിങ്ങൾക്കറിയാം. ഒരു ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയണം. എന്നാലേ ഇതിൽ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്താണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, whenever the concentration, pressure, temperature of a system at equilibrium is changed, the system will tries to nullify the effect of change at attain a new state of equilibrium. ഒന്ന് മനസ്സിലായില്ല? Whenever there is a change in pressure, temperature or concentration
of a system in equilibrium, the system will tries to nullify the effect. System will tries to nullify the effect of that change and attain a new state of equilibrium. എന്താണത്? ഇനി ഏറ്റവും ഈസി ആയിട്ടുള്ള മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയത്തിലെത്തിയ സിസ്റ്റത്തിൽ നമ്മൾ ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ, അതായത് ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയത്തിലെത്തിയ സിസ്റ്റം ഉണ്ട്, എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ, ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം നമ്മൾ ഇവരെ ടെമ്പറേച്ചറോ പ്രഷറോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ദി സബ്സ്റ്റൻസ്, റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനോ മാറ്റുകയാണെങ്കിൽ ദ സിസ്റ്റം ട്രൈ ചെയ്യും ടു നള്ളിഫൈ എന്ന് പറഞ്ഞാൽ, ആഹാ നിങ്ങൾ എൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണോ, എന്നാൽ ഞാൻ നിങ്ങളെ കൂട്ടാൻ സമ്മതിക്കില്ല. അതാണ് നള്ളിഫൈ. അതായത് ടെമ്പറേച്ചർ കൂട്ടുന്നത് അത് കുറയ്ക്കാൻ ശ്രമിക്കും, പ്രഷർ കൂട്ടുകയാണെങ്കിൽ അത് പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. ഞാനിപ്പം കോൺസെൻട്രേഷൻ ഓഫ് എ കൂട്ടാൻ ശ്രമിച്ചാൽ അത് കോൺസെൻട്രേഷൻ ഓഫ് എ കുറയ്ക്കാൻ ശ്രമിക്കും. അതുതന്നെയാണിത്. അതായത് നമ്മൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്, ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ, ആ എഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി സിസ്റ്റം ട്രൈ ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അതിനെ നമ്മൾ ചെയ്യുന്ന ആ എഫക്റ്റിനെ ഇല്ലാണ്ടാക്കിയിട്ട് അത് പുതിയ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ വരാൻ അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു നോക്കാം. What is Le Chatelier principle? According to Le Chatelier principle, it states that when a system is in equilibrium, if we change the temperature, pressure or concentration of that system, the system will tries to nullify the effect of that change and bring a new state of equilibrium. ആ ഒരു എഫക്റ്റിനെ ഇല്ലാണ്ടാക്കിയിട്ട് പുതിയൊരു ഇക്വിലിബ്രിയം, സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം വരാൻ വേണ്ടി ആ സിസ്റ്റം ട്രൈ ചെയ്യും. ഇതാര് പറഞ്ഞു? ലേ ഷാറ്റ്ലിയർ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രൊനൗൺസിയേഷൻ വാട്ട് ഐ ഹാവ് ലേൺഡ് ഇസ് ലൈക്ക് ലേ ഷാറ്റ്ലിയർ. നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. സോ ദിസ് ഇസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇനി നമ്മൾ നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞു ടെമ്പറേച്ചറും പ്രഷറും കോൺസെൻട്രേഷനും മാറ്റിക്കഴിഞ്ഞാൽ സിസ്റ്റം ചേഞ്ച് വരുത്തുന്നു. അപ്പോൾ നമുക്കത് നോക്കാം. നമുക്ക് നമ്മുടെ അമോണിയൻ്റെ പ്രിപ്പറേഷനിൽ നമുക്കത് പഠിക്കാം. ഇതിൻ്റെ ഒരു എഫക്റ്റും വെരി ഇമ്പോർട്ടൻ്റ്. അമോണിയൻ്റെ എന്നല്ല, ഇവർ ഏത് എക്സാമ്പിൾ വെച്ചിട്ടും ചോദിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു എക്സാമ്പിളോടെ ബൈ ഹാർട്ട് തറോ ആയിരിക്കണം എന്താണ് ഇതിൻ്റെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നോക്കാം. അപ്പം നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാര്യങ്ങൾ എളുപ്പമായിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് എളുപ്പമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാം. അപ്പം നമ്മൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഐ ഹാവ് ടേക്കൺ ദി എക്സാമ്പിൾ ഓഫ് ദി പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. ദിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വീണ്ടും പറയും, ഞാൻ സ്കൂളിൽ പഠിക്കാൻ വരെ ഈ പഠിച്ച സെയിം റിയാക്ഷൻ അത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. SSLC എക്സാമിനാണെങ്കിലും മോഡൽ എക്സാമിനാണെങ്കിലും എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കുറേ കൂടെ എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ ഇതന്നെയായിരുന്നു. ഇത് പഠിച്ച ഒരു 4 മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഇക്വേഷൻ ആദ്യം പഠിക്കണം. ദിസ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ യൂസിങ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ബാലൻസിങ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. N2 + 3H2 gives 2NH3. ഇതിലെ ബാലൻസിങ് തെറ്റി, ഒരു ഫോർമുല തെറ്റിയാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന എല്ലാം തെറ്റും. സോ N2 + 3H2 gives 2NH3. This is a system in equilibrium. System in equilibrium means the rate of forward reaction and the rate of backward reaction is same in this case. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് അമോണിയൻ്റെ പ്രൊഡക്ഷനിൽ. ഇനി ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. എന്താണ്? കോൺസെൻട്രേഷനിൽ ഞാൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ വാട്ട് വിൽ ഹാപ്പൺ ടു ദി സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഞാൻ ഇക്വിലിബ്രിയത്തിൽ എത്തിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇത്. ഇതിൽ ഞാൻ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്താൻ പോവുകയാണ്. അപ്പോൾ ലേ ഷാറ്റ്ലിയർ പറഞ്ഞ പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത് നോക്കാം. കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു ചേഞ്ച് ദി എമൗണ്ട് ഓഫ് റിയാക്ടൻ ആൻഡ് ദി എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ്. റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ടും പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടും ഞാൻ ചേഞ്ച് ചെയ്യാൻ പറ്റും എപ്പം? ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൻ്റെ. ദിസ് പ്രിൻസിപ്പിൾ ഇസ് എഫക്റ്റീവ് ഓൺലി ഇൻ എ സ്റ്റേറ്റ് അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ മാത്രമേ ഈ പ്രിൻസിപ്പിൾ ആക്റ്റീവ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ഇൻക്രീസ്. ഞാൻ ഇൻക്രീസിന് മുകളിലേക്കുള്ള ആരോ ഇടുന്നത്. ഇൻക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ. ഇപ്പം എനിക്കറിയാം നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്. ഞാൻ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പം സിസ്റ്റം ഇങ്ങനെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക, ഞാൻ അതിൽ കുറച്ച് നൈട്രജൻ ഇട്ട് കൊടുക്കുക. ഞാൻ കൂടുതൽ നൈട്രജൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ലേ ഷാറ്റ്ലിയർ എന്ത് പറയുന്നുണ്ട്? സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ. അപ്പോൾ ഈ സിസ്റ്റം പറയാം, ആഹാ നിങ്ങൾ എനിക്ക് നൈട്രജൻ ഇട്ട് തരാം, എന്നാൽ ഞാൻ എന്ത് ചെയ്യും? ആ നൈട്രജൻ ഒഴിവാക്കാൻ ശ്രമിക്കും.
സിസ്റ്റം എപ്പോഴാണ് നൈട്രജൻ ഒഴിവാക്കുക? കിട്ടിയ നൈട്രജനെ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാക്കി കളയും. ഞാൻ നൈട്രജനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ? ആ നൈട്രജനെ കുറയ്ക്കണം. എങ്ങനെയാ അത് കുറയ്ക്കുക? അത് ഹൈഡ്രജനോട് പറയും, ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യൂ നൈട്രജനായിട്ട്. അപ്പോൾ നൈട്രജൻ, ഞാൻ കൊടുക്കുന്ന നൈട്രജൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ എവിടേക്കാണ് റിയാക്ഷൻ എൻഹാൻസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ, ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇഫ് ഐ ഇൻക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ, system will tries to nullify the effect by combining the nitrogen with hydrogen. That is by system will tries to decrease the amount of nitrogen. like കൊടുക്കുന്ന നൈട്രജന്റെ amount decrease ആണ് എപ്പം ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ. And if we increase the concentration of nitrogen, system will tries to nullify its effect by continuing the forward reaction. അപ്പോൾ ഇവിടെ ഏത് റിയാക്ഷനാ നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ കുറച്ച് ഇൻക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് പറ്റും? സിസ്റ്റം പറയാം, ആഹാ നിങ്ങൾ എനിക്ക് ഹൈഡ്രജൻ തരാം, എന്നാൽ ഞാൻ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കും. എങ്ങനെ ഒഴിവാക്കും? ഐ വിൽ കമ്പൈൻ ദാറ്റ് ഹൈഡ്രജൻ വിത്ത് നൈട്രജൻ ആൻഡ് വിൽ പ്രൊഡ്യൂസ് ammonia. So if I increase the concentration of hydrogen, the system will tries to nullify its effect by combining the hydrogen with nitrogen and producing more and more ammonia. That means forward reaction is enhanced. മനസ്സിലായോ? forward reaction enhance ചെയ്യും. അടുത്തത്, ഇപ്പോൾ ഇവിടെ അമോണിയ ഉണ്ടായിട്ടുണ്ട്, നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമോണിയനെ ഞാൻ മാറ്റുകയാണ്. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമോണിയന്റെ കോൺസെൻട്രേഷൻ ഐ എം ഗോയിങ് ടു ഡിക്രീസ്. ദാറ്റ് ഈസ് ഡിക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമോണിയന്റെ കോൺസെൻട്രേഷൻ, അതായത് ഉണ്ടാവുന്നതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ആഹാ ഞാൻ ഉണ്ടാക്കുന്ന അമോണിയനെ കുറയ്ക്കുകയാണോ, എന്നാൽ ഞാൻ കൂടുതൽ അമോണിയ ഉണ്ടാക്കും. മനസ്സിലായി? ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ എന്ത് പറ്റും? ഇഫ് ഐ ഡിക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ, മോർ ആൻഡ് മോർ അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ദാറ്റ് മീൻസ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് എൻഹാൻസ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എൻ്റെ കയ്യിൽ കുറച്ച് അമോണിയ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ കൂടുതൽ അമോണിയനെ ഇട്ടുകൊണ്ടിരിക്കുക. ഇൻക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. ഞാൻ കുറച്ച് അമോണിയനെ ഉണ്ടായത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. ആഹാ, അപ്പോൾ സിസ്റ്റം ചോദിക്കും, നിങ്ങൾ കൂടുതൽ അമോണിയ ഉണ്ടാക്കുകയാണോ? ദെൻ ഐ വിൽ ഡിക്രീസ് ഇറ്റ് ബൈ ഡീകമ്പോസിങ് ദി അമോണിയ ബാക്ക് ഇൻ ടു നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. ആ കേസിൽ എന്ത് വരും? ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാകും. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, what all conditions can be made for a system in equilibrium? What all conditions, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വാട്ട് എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ സിസ്റ്റം ഇൻ ഓർഡർ ടു ഗെറ്റ് മോർ ആൻഡ് മോർ അമോണിയ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? വാട്ട് എഫക്ട് ഓഫ് വാട്ട് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ വി ക്യാൻ ഗിവ് ടു ദിസ് സിസ്റ്റം ഇൻ ഓർഡർ ടു പ്രിപ്പയർ മോർ ആൻഡ് മോർ അമോണിയ? കൂടുതൽ അമോണിയ കിട്ടണമെങ്കിൽ ഞാൻ കോൺസെൻട്രേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം? അപ്പം നമുക്ക് എന്ത് പറയാം? increasing the concentration of reactant, that is increasing the concentration of nitrogen increases the production of ammonia. Increasing the concentration of hydrogen increases the production of ammonia. Decreasing the concentration of ammonia, അതായത് അമോണിയനെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ എൻഹാൻസ് ചെയ്യുമ്പോൾ മോർ ആൻഡ് മോർ അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇത് മനസ്സിലായോ? അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് സിസ്റ്റം, നമ്മുടെ സ്വഭാവം തന്നെ. നമ്മളോടിപ്പം നമ്മുടെ പാരൻസ് പറയും അത് ചെയ്യരുത് എന്ന് നമുക്കൊരാഗ്രഹമല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ളത്. സിസ്റ്റവും അതേപോലെ തന്നെ. നമ്മൾ പറയാം ചെയ്യരുത്. ഇപ്പം നിങ്ങളോട് പറയാം ഇന്നിനി മൊബൈൽ നോക്കരുത് എന്ന് പറഞ്ഞാലും നമ്മൾ പോയി നോക്കും. ആഹാ അമ്മ അങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാൻ ഒന്നുകൂടെ പോയി നോക്കട്ടെ. അത് നമ്മുടെ ഒരു നേച്ചർ, അങ്ങനെ ചെയ്യരുത്, നമ്മൾ പറഞ്ഞ് അനുസരിക്കണം. പക്ഷേ നമ്മുടെ ഒരു നേച്ചർ ഇതേപോലെ തന്നെ ഈ സിസ്റ്റത്തിനോടും, ഞാൻ കുറച്ച് നൈട്രജൻ തരാം, ആഹാ നിങ്ങൾ എനിക്ക് നൈട്രജൻ തരാം, എന്നാൽ എനിക്ക് നിങ്ങളുടെ നൈട്രജൻ വേണ്ട, ഞാൻ അതിന് അമോണിയാക്കി മാറ്റും. മനസ്സിലായോ? ഞാൻ ഹൈഡ്രജൻ തരാം, ആഹാ നിങ്ങൾ എനിക്ക് ഹൈഡ്രജൻ തരാം, എനിക്ക് നിങ്ങളുടെ ഹൈഡ്രജൻ വേണ്ട, ഐ വിൽ ചേഞ്ച് ദാറ്റ് ടു അമോണിയ. അപ്പം ഞാനെടുത്ത് കുറച്ച് അമോണിയ എടുത്ത് മാറ്റുക, ആഹാ നിങ്ങൾ എൻ്റെ അമോണിയ എടുത്ത് മാറ്റിയോ, then I will produce more and more ammonia. That is the effect which is taking place here. So what is Le Chatelier principle? Le Chatelier principle states that whenever there is a change in temperature, pressure or concentration for a system in equilibrium, the system will tries to readjust or tries to nullify its effect and it will produce a new state of equilibrium. Effect of concentration മനസ്സിലായോ? ഇനി അടുത്തത് നല്ലോണം ശ്രദ്ധിക്കണം, effect of പ്രഷറാണ്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പൊ നെക്സ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പ്രഷറിന്റെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നോക്കിയേ, ഇതിൽ എത്ര മോൾസ് ഓഫ് നൈട്രജൻ ഉണ്ട്? 1 mole of nitrogen combined with 3 mole of hydrogen to produce 2 moles of ammonia, അല്ലെ? 2 moles of ammonia. അതായത് 1 mole of നൈട്രജനും 3 mole of ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് 2 mole of ammonia പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പറയാം 4 moles of reactant gives 2 moles of product, അല്ലെ? നിങ്ങളിപ്പോ പ്രഷറിന്റെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് ഇക്വിലിബ്രിയത്തിൽ, ആദ്യം നിങ്ങൾ റിയാക്ടന്റിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, പ്രൊഡക്റ്റിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കണം. എന്നാലും ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനേ പറ്റില്ല. കാരണം ഇതിൽ നോക്കി എനിക്ക് പ്രഷർ മനസ്സിലാവോ? ഇല്ല. എനിക്ക് ഇതിൽ നോക്കിയാൽ ആകെ മനസ്സിലാവുന്ന ആൾക്കാർ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ്, അതായത് ഇവരെ വോളിയമാണ് മനസ്സിലാവുന്നത്. അപ്പൊ ദ ഇഫക്ട് ഓഫ് പ്രഷർ ഓൺ ഇക്വിലിബ്രിയം, നമ്മളിപ്പോ പറയുന്ന ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ, ഈ പ്രഷറിന്റെ കേസിൽ ഗ്യാസസിന് മാത്രമേ എഫക്ട് ആയിട്ട് വരുന്നുള്ളൂ. സോളിഡ്സോ ലിക്വിഡ്സിലൊന്നും ഈ ഒരു ലേ ഷാറ്റ്ലറിന്റെ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. The Le Chatelier principle, that is the effect of pressure, is acceptable or applicable only in the case of this gaseous molecules. ഇത് കാണിക്കാറുള്ളത്. അപ്പൊ നമുക്കിവിടെ മോൾസ് കിട്ടി. അതായത് എനിക്ക് മനസ്സിലായി ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 moles of reactant 2 moles ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് മീൻസ് the volume is decreasing in the forward direction and in the backward direction the volume is increasing. The number of moles ഇവിടെ അല്ലേ കൂടുതൽ. ഇനി നമ്മൾ എഫക്ട് ഓഫ് പ്രഷർ പറയണം. when pressure is increased, ഈ ഒരു കേസിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലേ ഷാറ്റ്ലർ എന്താ പറഞ്ഞ, സിസ്റ്റം will tries to nullify the effect of pressure. സിസ്റ്റം അതിന്റെ ആ എഫക്ട് നള്ളിഫൈ ചെയ്യാൻ ശ്രമിക്കും. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ബൈ ഡിക്രീസിംഗ് ദി പ്രഷർ. എനിക്ക് ഇങ്ങനെ നോക്കിയാൽ പ്രഷർ ആയിട്ടുള്ള ഒരു ബന്ധവും മനസ്സിലാവില്ല. സോ വെൻ ദ പ്രഷർ ഇസ് ഇൻക്രീസ്, ദ സിസ്റ്റം വിൽ മൂവ് ഓർ ദ സിസ്റ്റം വിൽ ഷിഫ്റ്റ്സ് ഇൻ എ ഡയറക്ഷൻ ഇൻ വിച്ച് ദ വോളിയം ഇസ് ഡിക്രീസ്ഡ്. വോളിയം കുറയുന്ന സൈഡിലേക്കാണ് സിസ്റ്റം എന്ത് ചെയ്യുക, പ്രഷറെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രഷർ കൊടുക്കുമ്പോൾ പ്രഷർ കുറയ്ക്കണം. പ്രഷർ കുറയ്ക്കാൻ വേണ്ടി അത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡിക്രീസ് ദ വോളിയം. ഇറ്റ് വിൽ ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ടുവേർഡ്സ് ഇൻ എ ഡയറക്ഷൻ ടു ഡിക്രീസ് ദ വോളിയം. ഏത് സൈഡിലാണോ വോളിയം കുറവുള്ളത് ആ സൈഡിലേക്ക് സിസ്റ്റം ഷിഫ്റ്റ് ചെയ്യും. എന്തിനാണ്? ഈ പ്രഷർ എന്നുള്ള എഫക്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ എന്താണ്, നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. As the pressure increases, system will try to nullify its effect by moving towards the direction in which the volume is decreased. Volume കുറയുന്ന സൈഡിലേക്ക് സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പ്രഷർ ആൻഡ് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റ് പറയാൻ പറ്റും. അപ്പൊ പ്രഷർ കൂട്ടുന്നതിനനുസരിച്ച് സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ ഡിക്രീസിംഗ് ദി പ്രഷർ. ഡിക്രീസിംഗ് ദി പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ട്രൈസ് ടു ഡിക്രീസ് ദ വോളിയം ഓർ ഇറ്റ് വിൽ മൂവ് ഓർ ഇറ്റ് വിൽ ഷിഫ്റ്റ് ദി ഡയറക്ഷൻ ടു എ സൈഡ് ഇൻ വിച്ച് ദ വോളിയം ഇസ് ഡിക്രീസ്. അപ്പൊ ഇതിൽ നോക്കുക, ഞാൻ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറഞ്ഞ സൈഡിലേക്ക് ഇത് ഷിഫ്റ്റ്. ഇവിടെ എവിടെയാ വോളിയം കുറഞ്ഞത്? ഫോർവേഡ് റിയാക്ഷൻ. കണ്ടോ? ഫോർവേഡ് റിയാക്ഷനിലേക്ക്. ഇനിയിപ്പോ ഞാൻ പ്രഷർ ഡിക്രീസ് ചെയ്യാം. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ ഇൻക്രീസിംഗ് ദ വോളിയം ഓർ മൂവിംഗ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദ വോളിയം ഇസ് ഇൻക്രീസ്ഡ്. അപ്പൊ ഞാൻ പ്രഷർ കുറച്ച് ഇവിടെ എന്ത് പറ്റും? ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് ഡീകമ്പോസിഷൻ നടക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? as the pressure is decreased, ബാക്ക്വേർഡ് ഡയറക്ഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ മോർ ആൻഡ് മോർ അമോണിയ കിട്ടണമെങ്കിൽ എന്റെ പ്രഷർ എന്തായിരിക്കണം? ഹൈ പ്രഷർ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ നോക്കിക്കോളൂ. ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ദാറ്റ് ഈസ് വൈ ദർ ഇസ് എൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ. അതായത് ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ വൈ ഇസ് എ ഹൈ പ്രഷർ ഓഫ് 150 to 300 ATM. ATM എന്ന് പറഞ്ഞാൽ atmosphere is used. എന്തിനാണ്? It is because as the pressure increases, more and more ammonia is produced.
In order to increase the production of ammonia, the pressure is maintained at an atmosphere of 150 to 300. കാര്യം മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. As the pressure increases, system will tries to nullify its effect by decreasing the pressure. That is, shifting the equilibrium towards the side with the volume is decreased. ഏത് സൈഡിലാണോ വോളിയം കുറയുന്നത് ആ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഇവിടെ വോളിയം കുറഞ്ഞ സൈഡ് അമോണിയന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ കൂടുതൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? വോളിയം കൂടിയ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. കാര്യം മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് പ്രഷറിന്റെ ഇപ്പൊ കോൺസെൻട്രേഷൻ നിങ്ങൾ പഠിച്ചു. ഇനിയാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ എന്താണ് എഫക്ട് ഉള്ളത് നോക്കാം. അപ്പൊ ഈ റിയാക്ഷൻ ആണ് നമ്മൾ അമോണിയയുടെ പ്രൊഡക്ഷൻ തന്നെ എല്ലാം പറയുന്നത്. അപ്പൊ N2 plus 3H2 gives 2NH3 plus heat. ഇത്രയും നേരം ഞാൻ ഹീറ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു, കാരണം നമ്മുടെ കോൺസെൻട്രേഷനിലും പ്രഷറിലും ഹീറ്റിന്റെ കാര്യമില്ലായിരുന്നു. അപ്പൊ ഈ റിയാക്ഷൻ ശ്രദ്ധിച്ചോളൂ. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മോർ ആൻഡ് മോർ ഹീറ്റ് ഇസ് ലിബറേറ്റഡ്, പുറത്തേക്ക് വിടുന്നുണ്ട്. അതായത് നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് എന്ത് വരുന്നുണ്ട്? ഹീറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷന്റെ പേര് നിങ്ങൾക്കറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ? എക്സിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എക്സിറ്റ് നടന്ന പുറത്തേക്ക് അല്ലെ. അപ്പൊ എക്സോതെർമിക് എന്താ? റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഇസ് ലിബറേറ്റഡ്, ഹീറ്റ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? എക്സോതെർമിക്. ഞാനിത് ഈ ഒരു കോഡ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യുക. അപ്പൊ എക്സോ പുറത്തേക്ക് ഹീറ്റ് വരുന്നതിനാണ് എക്സോതെർമിക്. അപ്പം ഇവിടുന്ന് N2 H2 കൂടെ കമ്പൈൻ ചെയ്ത് ഹീറ്റ് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്? എക്സിറ്റ് ചെയ്യാണ് ഹീറ്റിന്. അതുകൊണ്ട് എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ. ബാക്ക്വേർഡ് എന്താ? നൈട്രജൻ എന്റെ അടുത്തേക്ക്, അമോണിയ എന്റെ അടുത്തേക്ക് ഹീറ്റിന് എടുക്കുക. അതായത് അമോണിയനെയാണ് ഞാൻ എന്റേത് ഉദ്ദേശിച്ചത്. അമോണിയ പറയാം എന്റെ അടുത്തേക്ക് ഹീറ്റ്. അപ്പൊ അമോണിയ ഹീറ്റിനെ യൂസ് ചെയ്തിട്ടാണ് നൈട്രജനും ഹൈഡ്രജനും. അപ്പൊ അത് എന്ത് റിയാക്ഷൻ ആണ്? എൻഡോ, എന്റെ അടുത്തേക്ക്. അമോണിയ പറയാം എന്റെ അടുത്തേക്ക് വരൂ ഹീറ്റ്. അപ്പൊ അമോണിയ ഹീറ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഡീകമ്പോസ് ചെയ്യാണ്. എന്തായിട്ട്? നൈട്രജനും ഹൈഡ്രജനും. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്? എന്തോ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ മറ്റേതാണ് നിൽക്കുക. അതായത് ഇപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി, പുറത്തേക്ക് ഹീറ്റിനെ വിടുകയാണ്. അപ്പൊ അതെന്താണ്? എക്സോതെർമിക് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബാക്ക്വേർഡ് എന്താണ്? എൻഡോതെർമിക് ആണ്. ഇത് പറഞ്ഞാലേ നമുക്ക് ഇത് പറയാൻ പറ്റില്ല, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. ഇനി ഞാൻ ടെമ്പറേച്ചർ കൂട്ടാൻ പോവാണ്. ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഞാൻ കൂട്ടുക, നല്ല ടെമ്പറേച്ചർ കൂട്ടണം. ഇപ്പോഴെന്നെക്കാട്ട് ടെമ്പറേച്ചർ കൂടും. സിസ്റ്റം എന്താ പറയും? ആഹാ, നിങ്ങൾ എന്റെ ടെമ്പറേച്ചർ കൂട്ടണം. ദെൻ ഐ വിൽ ട്രൈ ടു നള്ളിഫൈ ഇറ്റ് എഫക്ട് ബൈ ഡിക്രീസിങ് ദി ടെമ്പറേച്ചർ. അപ്പൊ ഞാൻ അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതെന്ത് ചെയ്യും? ആ ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടി വേഗം അതിന്റെ അടുത്തേക്ക് എടുക്കും, വേഗം എബ്സോർബ് ചെയ്യും. അപ്പൊ അത് ഏത് റിയാക്ഷൻ ആണ്? എബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ഇസ് എൻഹാൻസ്ഡ്. മനസ്സിലാവുന്നുണ്ടോ? ആസ് ദി ടെമ്പറേച്ചർ, ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ആഹാ, നിങ്ങൾ എനിക്ക് ടെമ്പറേച്ചർ തരും, ഞാൻ ആ ടെമ്പറേച്ചർ വേഗം എടുക്കട്ടെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും തരുമ്പോൾ ഞാനത് ഓപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെ? ആഹാ, നിങ്ങൾ എനിക്ക് തരാം, എനിക്ക് നിങ്ങളത് വേണ്ട, ഞാൻ വേഗം അതിനെ അബ്സോർബ് ചെയ്ത് കളയും. സിസ്റ്റത്തിന് അറിയില്ലല്ലോ അത് ചെയ്യുന്നത് എന്താണെന്ന്. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? ആസ് ദി ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്, ദി സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്ട്. ആ എഫക്ട് ഉണ്ടാവാതിരിക്കാതെ എന്ത് ചെയ്യും? വേഗം അതിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ അബ്സോർബ് ചെയ്യുന്നത് എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ അവിടെ എന്ത് നടക്കും? ഡീകമ്പോസിഷൻ നടക്കും, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി ഞാൻ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഞാൻ പറയും ആ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാം. അപ്പൊ ഇത് കുറയ്ക്കണം. അപ്പൊ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ സിസ്റ്റം എന്ത് പറയും? ആഹാ, നിങ്ങൾ ടെമ്പറേച്ചർ കുറയ്ക്കണം. ദെൻ ഐ വിൽ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? ഞാൻ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അത് കൂടുതൽ ടെമ്പറേച്ചറിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് എക്സിറ്റ് ചെയ്യും കുറെ ടെമ്പറേച്ചർ. അപ്പൊ അത് ഏത് റിയാക്ഷനാണ് നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ. ഞാൻ എന്ത് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് അത് ചെയ്യും. സോ ഇഫ് ഐ ഡിക്രീസ് ദി ടെമ്പറേച്ചർ, ദി സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ചെയ്യപ്പോഴാ? എക്സോതെർമിക്, പുറത്തേക്ക് ഹീറ്റ് വിട്ടുകൊണ്ട്. സോ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് പറ്റും? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ കേസിൽ, എല്ലാ കേസിലൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഡിപ്പെൻഡ്. ചില കേസിൽ ഹീറ്റ് കൊടുത്താലായിരിക്കും ഇവിടെ നടക്കുക. അപ്പം നിങ്ങൾ നോക്കണം, റിയാക്ടൻറ്റ് സൈഡാണോ പ്രൊഡക്റ്റ് സൈഡിലാണോ ഹീറ്റ് വരുന്നത്. ഇപ്പം ഫോർവേഡ് എക്സോതെർമിക് മീൻസ് പുറത്തേക്ക് ഹീറ്റ് കൊടുക്കണം, അത് ഹീറ്റ് കൂട്ടണം. എൻഡോതെർമിക് തന്നെ അബ്സോർബ് ചെയ്യാണ്. സോ ആസ് ദി ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ്,
Backward reaction is enhanced as the temperature is decreased. Forward reaction is enhanced. Forward reaction എന്തുകൊണ്ട് enhance ചെയ്ത്? ടെമ്പറേച്ചർ കുറയ്ക്കുമ്പം സിസ്റ്റം എക്സോതെർമിക് റിയാക്ഷൻ പ്രൊഡ്യൂസ്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ആൻഡ് മോർ ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്. അപ്പോൾ ഇതാണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ. ഇനി നിങ്ങൾ പറയൂ, അമോണിയ കൂടുതൽ ഉണ്ടാവാൻ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ വേണ്ടത്? നമുക്കറിയാം, ഇൻക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. അമോണിയൻ്റെ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ, അതായത് നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ മോർ ആൻഡ് മോർ അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇനി ഡിക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. അമോണിയനെ എടുത്തു മാറ്റിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ സിസ്റ്റം പറയും, നിങ്ങൾ എടുത്തു മാറ്റി, എന്നാൽ ഞാൻ കൂടുതൽ അമോണിയനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? മോർ ആൻഡ് മോർ അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇനി അടുത്തത് പ്രഷർ. നമ്മൾ പറഞ്ഞു, പ്രഷർ കൂട്ടുമ്പം സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്റ്റ് ബൈ ഡിക്രീസിങ് ദി വോളിയം. അപ്പം ഞാൻ പ്രഷർ കൂട്ടുമ്പം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. അതായത് മോർ ആൻഡ് മോർ അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. പിന്നെ അടുത്തത് ടെമ്പറേച്ചർ കുറച്ചാൽ മോർ ആൻഡ് മോർ അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇനി ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. ഫോർ ദി ഫോർമേഷൻ ഓഫ് അമോണിയ ദ ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി റിഡ്യൂസ്ഡ് എ പെർട്ടിക്കുലർ. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കുറയണമെന്ന്. ബട്ട് അമോണിയൻ്റെ പ്രൊഡക്ഷനിൽ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറയാൻ പറ്റത്തില്ല. പറഞ്ഞു ടെമ്പറേച്ചർ കുറച്ചാലാണ് നമുക്ക് മോർ ആൻഡ് മോർ അമോണിയ കിട്ടുക. പക്ഷെ എപ്പോഴും വല്ലാണ്ട് ടെമ്പറേച്ചർ കുറഞ്ഞു പോകരുത്. ദ ടെമ്പറേച്ചർ ഇസ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ ഡിഗ്രി ഓഫ് 450 degrees Celsius. എന്തുകൊണ്ടാണ്? നമ്മൾ വല്ലാണ്ട് ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഈ റിയാക്റ്റൻസിന് they requires a minimum amount of energy to react. അതായത് നമുക്കറിയാം, നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യാൻ ആ റിയാക്റ്റിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി വേണം. ആ എനർജീനെ നമ്മൾ പറയുന്ന പേരാണ് ത്രഷോൾഡ് എനർജി. ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി that is required by a molecule to take part in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ റിയാക്റ്റിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണം. അപ്പോൾ ഈ 450നേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യത്തില്ല. സോ നമ്മൾ എപ്പോഴും ഇവരൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 450 degree ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. വൈ? ബിക്കോസ് ദ മിനിമം എമൗണ്ട്, ദ ത്രഷോൾഡ് എനർജി, അതായത് ത്രഷോൾഡ് എനർജി ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഇസ് റിക്വയർഡ് ബൈ എ മോളിക്യൂൾ ടു ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആണ് ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 450 degree Celsius എങ്കിലും വേണം ഈ റിയാക്റ്റൻ്റ് മോളിക്യൂളിന് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് കിട്ടാൻ. നമ്മൾ ഇതിലും ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടക്കൂല. അതുകൊണ്ടാണ് ദോ ഇറ്റ് റിക്വയർസ് എ ലോ ടെമ്പറേച്ചർ, വി വിൽ മെയിൻറ്റെയിൻ എ ടെമ്പറേച്ചർ ഓഫ് 450 degree Celsius ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പം ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. എന്താണ് ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? Catalyst ആണ് a substance which can increase or decrease the rate of a reaction ആണ്. അതായത് ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കാനോ കൂട്ടാനോ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ കാറ്റലിസ്റ്റ്? എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അതായത് ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കാറ്റലിസ്റ്റ്. അപ്പം നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റങ്ങളെയാണ്, അതായത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷനുള്ള റിയാക്ഷൻസിൽ. ഇങ്ങനത്തെ കേസിൽ കാറ്റലിസ്റ്റ് ആഡ് ചെയ്താൽ എന്താണ് കാര്യം? കാറ്റലിസ്റ്റ് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനെ മാത്രമായിട്ട് എൻഹാൻസ് ചെയ്യില്ല. ഇറ്റ് വിൽ ഇൻക്രീസ് ബോത്ത് ദി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ സൈമുൾട്ടേനിയസ്ലി. അതായത് ഇവർ ഫോർവേഡിനെയും ബാക്ക്വേർഡ് റിയാക്ഷനെ സൈമുൾട്ടേനിയസ് ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം പെട്ടെന്ന് എത്താൻ സഹായിക്കും. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ. ആ ഒരു സ്റ്റേജ് എത്താൻ വേണ്ടി കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യും. സോ വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ദീസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഓർ ദി റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞത്? കാറ്റലിസ്റ്റ് വിൽ ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ സൈമുൾട്ടേനിയസ്ലി and will reach the state of equilibrium fast. ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടി ഇവർ ഫാസ്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് കാറ്റലിസ്റ്റിന് ഇതിലുള്ള എഫക്റ്റ്. അപ്പോൾ മനസ്സിലായോ? ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് Le Chatelier പ്രിൻസിപ്പിൾ? എന്തായിരുന്നു? അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ, whenever a system is in equilibrium, the change in temperature, pressure or concentration is applied to the system will try to nullify its effect.
its effect. എന്ത് ചെയ്യും? സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്ട് ആൻഡ് പ്രൊഡ്യൂസ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഒരു പുതിയ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പം അതിൽ നമ്മൾ ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഇൻ ദ കേസ് ഓഫ് അമോണിയ പറഞ്ഞു. അപ്പോൾ ആ അമോണിയ പറഞ്ഞു തന്നപ്പം അമോണിയ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ കേസും പറഞ്ഞു. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ഒരു എക്സാമ്പിളാണിത്. 2SO3, അതായത് SO3 ഡീകമ്പോസ് ചെയ്തിട്ട് SO2 O2 പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ, ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതായത് SO3 ഡീകമ്പോസ് ചെയ്തിട്ട് SO2 O2. ഇനി നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ, what will happen or which reaction will be enhanced when SO2 is added? SO2 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് റിയാക്ഷനാണ് എൻഹാൻസ് ചെയ്യുന്നത്? അതായത് ഇവിടെ ഞാൻ ആഡ് ചെയ്യണം, ഇത് പ്രൊഡക്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഇഫ് SO2 is increased, system will tries to nullify its effect by എന്ത് ചെയ്യും? SO2 എന്ത് ചെയ്യും? നിങ്ങൾ SO2 കൂട്ടുകയാണ്, എന്നാൽ ഞാൻ ഇത് കമ്പൈൻ ചെയ്തിട്ട് SO3 ഉണ്ടാക്കും. സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ ഡിക്രീസിങ് ദി കോൺസെൻട്രേഷൻ. That is, it will combine with oxygen and produce more and more SO3. That means backward reaction is enhanced. Backward reaction കൂടും. ഇനി SO3 is removed. ഈ SO3നെ ഞാൻ ഒഴിവാക്കുകയാണ്. ഞാൻ കുറേ SO3നെ എടുത്ത് മാറ്റണം. അപ്പം എന്ത് പറ്റും? സിസ്റ്റം വിൽ ട്രൈസ് ടു ഇൻക്രീസ് മോർ ആൻഡ് മോർ SO3 ആൻഡ് ഇറ്റ് വിൽ ഓൾസോ എൻഹാൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എന്ത് പറ്റും? ബാക്ക്വേർഡ് റിയാക്ഷൻ വരും. ഓക്സിജൻ ഇസ് ആഡഡ്. ഓക്സിജൻ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യാണ് ഇക്വിലിബ്രിയത്തിലെത്തി. അപ്പോൾ സിസ്റ്റം പറയാം, നിങ്ങൾ ഓക്സിജൻ ആഡ് ചെയ്യുക, എന്നാൽ ഞാൻ ഓക്സിജനെ വേഗം യൂസ് ചെയ്യും, കുറയ്ക്കാൻ നോക്കും. ദാറ്റ് ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് SO2 ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ SO3. മനസ്സിലായോ? അപ്പോൾ ഓരോ റിയാക്ഷൻ നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. SO2നെ കൂട്ടുമ്പം സിസ്റ്റം എന്താ പറയുക? SO2 കൂട്ടണോ, എന്നാൽ ഞാൻ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കും. ഇങ്ങനെ അത് കുറയ്ക്കുക, ഇറ്റ് വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ ഡിക്രീസിങ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ. എപ്പോഴാണ് കോൺസെൻട്രേഷൻ കുറയുക? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് SO3നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി SO3നെ ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ SO3നെ കുറയ്ക്കുക, എന്നാൽ ഞാൻ കൂടുതൽ SO3 ഉണ്ടാക്കും. എങ്ങനെ? ബാക്ക്വേർഡ് റിയാക്ഷൻ. O2 is added. O2നെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ O2 ആഡ് ചെയ്യണോ, എന്നാൽ ഞാൻ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കും? SO2മായി കമ്പൈൻ ചെയ്ത്. ഒറ്റ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ നിങ്ങളോട് പറയാനുള്ള ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങൾ ആൻസർ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. CH4 plus 2H2S gives CH2 plus 4H2. അതായത് CH4 plus 2H2S gives CH2 plus 4H2. First question, what will happen to the reaction, whether it will shift to the forward direction or backward reaction if we decrease the concentration of H2S? H2Sന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? നിങ്ങൾ എൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണോ, then I will try to produce more and more H2S. more and more H2S എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ അല്ലേ? CS2ഉം Hഉം കമ്പൈൻ ചെയ്യും വേഗം H2Sനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Now if I increase the pressure. Pressure അറിയണമെങ്കിൽ ആദ്യം number of moles അറിയണം. 2 + 1 3 moles reactant സൈഡിലും 5 moles product സൈഡിലും. As the pressure is increased, system will tries to nullify its effect by shifting the equilibrium towards the side of the decreased volume. Volume കുറവുള്ള സൈഡിലേക്ക് സിസ്റ്റം equilibrium ഷിഫ്റ്റ് ചെയ്യും. That means it will be, ഇവിടെ എവിടെയാണ് വോളിയം കുറവുള്ളത്? റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ, ദാറ്റ് ഈസ് റിയാക്ടൻറ്റ് സൈഡിൽ. അപ്പോൾ ഏത് റിയാക്ഷനാണ് നടക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഡിക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് CH4. ഇവിടെയും എന്താ? കോൺസെൻട്രേഷൻ ഓഫ് CH4 ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾ CH4ന്റെ കോൺസെൻട്രേഷൻ കുറച്ചോ, എന്നാൽ ഞാൻ മോർ ആൻഡ് മോർ CH4 പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. മനസ്സിലായോ? നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞു. ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറഞ്ഞിട്ടില്ല. മോർ എക്സാമ്പിൾസ് നമ്മൾ ഇതിൻ്റെ വർക്ക്ഔട്ടിൽ ചെയ്യുമ്പോൾ, അതായത് നെക്സ്റ്റ് ടോപ്പിക്കൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ എക്സാമ്പിൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എഴുതുമ്പോൾ ഇതും കൂടെ പറയണം കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് H2S is decreased, the system will tries to nullify its effect by increasing the concentration of H2S. That means it will undergo backward reaction in order to produce more and more H2S. ഇനി pressure. As the pressure is increased, the system will tries to nullify its effect by decreasing the pressure. That is by
by shifting the equilibrium towards the side of the decreased volume. In the above case, the backward reaction is having lesser number of molecules, so the equilibrium will shift towards the backward direction, decreasing the concentration of CH4. As the concentration of CH4 is decreased, according to Le Chatelier principle, the system will try to nullify its effect by producing more and more CH4, that is by backward reaction. ഇത്രയും പറഞ്ഞാൽ മാർക്കും കിട്ടി. അപ്പോൾ മനസ്സിലായി. അപ്പോൾ എല്ലാവരും നല്ലോണം ഒന്ന് ഇത് പഠിക്കൂ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരാം. എന്നിട്ട് നമ്മൾ ബാക്കിയും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാവാത്ത കാര്യമൊക്കെ കമൻസിലിട്ടോളി, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. ഓക്കെ, താങ്ക്